ഹലോ, കുക്ക് വിത്ത് റീനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു ഹോട്ട് മിൽക്ക് കേക്ക്. ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇടുമ്പോഴൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ഓവൻ ഇല്ലാതെ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഡൗട്ട്സൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ വേണ്ടുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. പാൽ ഉപയോഗിച്ചിട്ടുള്ള കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, 2 മീഡിയം സൈസിലുള്ള മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബട്ടർ നമ്മൾ പാല് തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണമെന്നൊന്നുമില്ല. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് ടിൻ ബട്ടറൊക്കെ തൂത്ത് പാർച്ച്മെൻറ്റ് പേപ്പർ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇതിപ്പം 20 സെൻറ്റിമീറ്ററിൻ്റെ കേക്ക് ടിന്നാണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം 1-2 തവണ ഒന്ന് അരിച്ചെടുത്താൽ നല്ലതാണ്. നന്നായിട്ട് ഈവനായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. അടുത്തതായിട്ട് പാല് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഈ പാലിനി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 50 ഗ്രാം ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാലിൻ്റെ ചൂട് കൊണ്ട് ആ ബട്ടർ ഉരുകി പാലിലേക്ക് ചേർന്നോളും. പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം തീ സിമ്മിലേക്ക് ഇട്ടിട്ട് ആ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ സിമ്മിലിടുമ്പം ഒരിക്കലും പാല് തിളച്ച് പറ്റിപ്പോകരുത്. ഇനി ഇതുപോലൊരു വലിയ ബൗളിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഈ മുട്ട ഒരു ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ദ ക്വാണ്ടിറ്റി ആവുന്നത് പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. ഇപ്പോൾ കണ്ടോ, മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് തന്നെ വരണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതും പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൈദയൊക്കെ ചേർത്ത് കഴിയുമ്പം ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുപാലാണ്. ചൂടുപാൽ ചേർക്കുമ്പോഴും കുറച്ചായിട്ട് ചേർത്ത് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഈ ഒരു സ്പൂണിന് ഓരോ സ്പൂൺ ഒഴിച്ചാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഈ ചൂടുപാലാണ് നമ്മുടെ കേക്കിന് ആ സോഫ്റ്റ്നെസ്സും സ്പോഞ്ചിനെസ്സും ഒക്കെ തരുന്നത്. ചൂടുപാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുട്ട കുക്കായി പോവില്ല എന്നുള്ളത്. ഒരിക്കലും ഇല്ല. മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ മൈദയും ചേർത്ത് കഴിഞ്ഞു. അപ്പം ഇത്രയും മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുട്ട അങ്ങനെ കുക്കായി പോകത്തൊന്നുമില്ല. ബാറ്റർ ശ്രദ്ധിച്ചാലും അറിയാം അല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ബാറ്റർ ഇരിക്കുന്നത്. ഒത്തിരി പോലും കേർഡിലാവുമോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസിയിലോ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അല്ലേ. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കേക്ക് ടിന്നിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 വരെ മാത്രമേ കേക്ക് ബാറ്റർ ഉണ്ടാകാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ കേക്ക് ബാറ്റർ പുറത്തേക്ക് ചാടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം വിണ്ട് കീറി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്.
ഇനി ഇതിനകത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കേക്ക് ബാറ്റർ റെഡി ആയ ഉടനെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കേക്ക് അത്ര നന്നായിട്ട് വരണമെന്നില്ല. ഇനി ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു അലുമിനിയം പാത്രമാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴിവും വട്ടവും ഉള്ളൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കേക്ക് ടിന് നമുക്കിതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റണം. ഇനി അലുമിനിയം പാത്രം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വല്ല നോൺ സ്റ്റിക്ക് പാത്രം ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുക്കർ ഉപയോഗിച്ചാലും മതി. അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നിരത്തി ഇട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തേക്കും ആകുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും കുക്കറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് തന്നെ ചെയ്യുക. ഇനി ഉപ്പ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മണൽ നിരത്തിയിട്ടാലും മതി. ഇനി ഇതുപോലൊരു തിരികെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമറിലൊക്കെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നതാ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, അതോ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ആവി കയറ്റുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി കേക്ക് ടിൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ ഇതും പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ട് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി വരുമ്പോഴത്തേക്കും ഈ പാത്രവും നന്നായിട്ട് ചൂടായി റെഡിയായിട്ട് ഇരുന്നോളൂ. ഇപ്പോൾ നമ്മൾ ഈ പാത്രം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. കാരണം ഈ പാത്രം ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലൊരു ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ഇറക്കി വെച്ച് കൊടുക്കാവുള്ളൂ. ഇനി മൂടി വെച്ചിട്ട് ഇതൊരു 30 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്ത് എടുക്കണം. കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വെയിറ്റ് ഇടാതെ വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. മുകൾ ഭാഗം കണ്ടിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉൾഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിൻ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോഴും നല്ല കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, കൈ പൊള്ളരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇതിനി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അടിയിലെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. കണ്ടോ, താഴ്ഭാഗം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടെക്സ്ചർ നോക്കിയാലും കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഓവൻ ഇല്ലാതെ കേക്ക് ബേക്ക് ചെയ്യുന്ന രീതി ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓവനിൽ ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ പറയാം. ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിൻ വെച്ച് വീണ്ടും 180 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഞാനീ പറയുന്ന ബേക്കിംഗ് ടൈം ഉണ്ടല്ലോ, അതായത് ഓവൻ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അതായത് നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ സൈസും അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ ചൂട്, നമ്മൾ സ്റ്റൗവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫ്ലെയിമിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ഹോട്ട് മിൽക്ക് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഈ റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.